പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഇങ്ങനെ ടൂട്ടി ഫ്രൂട്ടി റെഡിയാക്കാന്ന് നോക്കാം. ഞാനിത് കപ്പങ്ങ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ടർമെലന്റെ തൊണ്ട് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള കപ്പങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1 കിലോത്തിന് താഴെയായിട്ടുണ്ട് കേട്ടോ. കപ്പങ്ങയുടെ തൊണ്ടും കുരുവും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ചെത്തിക്കളയാം. തൊണ്ട് ഉൾഭാഗമൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ടൂട്ടി ഫ്രൂട്ടിനേലും ഇത്തിരിയും കൂടി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഇത് ഉണങ്ങി ഇനി വേവിച്ചൊക്കെ വരുമ്പത്തേനും ഒന്ന് ചുങ്ങും. കപ്പങ്ങ പലതരത്തിലുള്ളതുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തേക്കണ കപ്പങ്ങ ഇച്ചിരി ബലം കൂടിയ കപ്പങ്ങ കേട്ടോ. പെട്ടെന്ന് അങ്ങ് അലന്ന് പോവില്ല. ഇപ്പൊ നന്നായിട്ട് പഴുത്താലും നല്ല ബലമായിട്ടിരിക്കും. ഒരു രീതിയിലുള്ള കപ്പങ്ങ ഒത്തിരി അങ്ങ് ചുങ്ങിപ്പോകത്തില്ല കേട്ടോ. പിന്നെ വേവാനും ഇത്തിരി ടൈം എടുക്കും. അപ്പൊ കപ്പങ്ങ അനുസരിച്ച് വേവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നിങ്ങൾ കപ്പങ്ങ എടുക്കുമ്പോൾ കളർ മാറാത്ത കപ്പങ്ങ എടുക്കാം കേട്ടോ. എനിക്ക് ഇതാണ് കിട്ടിയത്. തീരെ കപ്പങ്ങ എടുക്കരുത് കേട്ടോ. അപ്പൊ ചുങ്ങിപ്പോവും, വല്ലാതെ അങ്ങ് ചുങ്ങിപ്പോവും, ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ള കപ്പങ്ങ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഉപ്പിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത് കേട്ടോ. അതിലെ കറയൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടും. നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത കപ്പങ്ങ കഷ്ണങ്ങൾ കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക. ആഴത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പങ്ങ നന്നായിട്ട് മുങ്ങിക്കിടന്ന് തിളക്കാൻ പറ്റിയ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അതുവരെ ഹൈ ഫ്ലെയിമിൽ ഇടാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് ആയപ്പോഴത്തേനും എനിക്ക് ഇതുപോലെ ഒരു ട്രാൻസ്പെറന്റ് ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കപ്പങ്ങയ്ക്ക് ഒരു ട്രാൻസ്പെറന്റ് കളറായി വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെക്കാം കേട്ടോ. ചില കപ്പങ്ങയൊക്കെ 5 മിനിറ്റും കൊണ്ട് തന്നെ കുക്കായി വരും കേട്ടോ. ട്രാൻസ്പെറന്റ് ആയി വരും. കംപ്ലീറ്റ് നമുക്ക് കുക്കായി കിട്ടണ്ട. ജസ്റ്റ് ട്രാൻസ്പെറന്റ് ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. വെള്ളം നന്നായിട്ട് പോയ ശേഷം മാത്രം പഞ്ചസാര സിറപ്പ് റെഡിയാക്കാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. വെള്ളം കളയാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി വച്ച് ഒന്ന് ഒപ്പി കൊടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച ശേഷം വാനില എസൻസ് ആണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടെടുക്കാം. നല്ല ഒറ്റനൂൽ പരുവാവണം കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നതിലും ഇച്ചിരിയും കൂടി നല്ലോണം ഒരു ഒറ്റനൂൽ പരുവായി കഴിഞ്ഞ ശേഷം കപ്പങ്ങ ഇട്ടെടുത്താൽ മതി. കപ്പങ്ങയിലെ വെള്ളം കംപ്ലീറ്റ് പോയി തീർന്നിട്ടുണ്ടാവണം കേട്ടോ. കപ്പങ്ങയിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞ് വീണ്ടും ഒറ്റനൂലാവാൻ ഒത്തിരി സമയം എടുക്കും. കപ്പങ്ങ ഇട്ടെടുത്ത് വീണ്ടും നല്ലൊരു ഒറ്റനൂൽ പരുവായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ബൗൾസിലേക്ക് മാറ്റാം. മാക്സിമം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും കേട്ടോ. ചെറിയ രീതിയിൽ ലായനി ഉണ്ടാവുള്ളൂ ലാസ്റ്റ് ആവുമ്പത്തേനും. എൻ്റെ കയ്യിലിപ്പോൾ ടോട്ടൽ 3 കളർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ 3 ബൗൾസിലേക്കായിട്ട് കപ്പങ്ങ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബൗൾസിലും ഓരോ കളർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് കളർ മതിയാവും കേട്ടോ. കളറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം വീണ്ടും സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് സ്ട്രെയിൻ ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോത്തോ ഒരു പാത്രത്തിൽ വിരിച്ചിട്ട് അതിലേക്ക് നിരത്തി കൊടുക്കാം. എല്ലാ കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അതിന് നല്ല ഭയങ്കര വെയിലുള്ളോർത്തൊന്നും വെക്കണ്ട. ഒരു നേരിയ വെയിലുള്ളോർത്ത് വെച്ചാൽ മതി. ഇനി മഴയുള്ള സമയത്തൊക്കെയാണ് ഉണ്ടാക്കണേ, പുറത്തൊന്നും വെക്കാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാനിന്റെ അടിയിൽ തന്നെ വെച്ചാൽ മതി.
ഭയങ്കര ചൂടത്ത് കൊണ്ടുപോയി വെക്കരുത് കേട്ടോ. അപ്പൊ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ട് കല്ല് പോലെയാവും. അപ്പൊ ലൈറ്റ് ചൂട് കിട്ടണോർത്ത് വയ്ക്കാം. ആദ്യത്തെ ഒരു ദിവസം ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡ്രൈ ആയിട്ടുണ്ടായിട്ടോ, ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ടായി. അപ്പൊ ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് രണ്ടാമത് ഒരു ദിവസം കൂടി വെച്ചപ്പോഴത്തേനും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടി. ഇത് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറയല്ല, വാനില എസൻസിന്റെ ടേസ്റ്റും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു.